whispering past. Just for you. ആഹാ, ഇതാരിത്? എടി നാളെ നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് പറ്റി രാവിലെ ഇങ്ങോട്ട് വരാൻ? അഭി വിളിച്ചു, അവനെ കോളേജിൽ കൊണ്ടുപോകാൻ വരാൻ. അതിന് അവൻ ഇന്ന് സച്ചിന്റെ കൂടെ അല്ലേ ഇവിടെ നിന്ന് പോകുന്നേ? അതിന് അച്ഛേട്ടാ, എനിക്ക് രാവിലെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. സച്ചിന്റെ കൂടെ പോയാൽ ലേറ്റ് ആവും. അപ്പം ഞാൻ നിലയോട് വരാൻ പറഞ്ഞേ. നീ എന്തിനാടി നില എവിടെ കിടന്ന് കറങ്ങുന്നേ? നിനക്ക് മ്യൂസിക് പ്രാക്ടീസ് ഒന്നും ഇല്ലേ? അത് ഉണ്ട്. എടാ, എനിക്ക് പേടിയാടാ ഒറ്റയ്ക്ക് അങ്ങയുടെ കൂടെ അവിടെ പോയിരിക്കാൻ. അയ്യേ, പേടിയോ? ഇടി, കിട്ടിയ അവസരാ. നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയ അവസരാ. നീ പോ, അതാ നല്ലത്. ഇന്നലെ താൻ പ്രാക്ടീസിന് വരുന്നില്ലേ? ഞാൻ വരുവാ. ഓക്കെ, താൻ വാ. എന്തായാലും ആരും എത്തിയിട്ടില്ല ഇതുവരെ. അതുവരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ചെല്ലടി നിലേ, നിന്റെ ചേട്ടൻ വിളിക്കുവല്ലേ? ഓണോ പട്ടി. അതെ, ഒന്ന് വരുമോ? അവിടെ എല്ലാരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ നിന്നെ. വന്നെങ്കിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. വരുവാടി. ഞാൻ തളർന്നു. ശരി, ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഇങ്ങോട്ട് വാടാ. അടങ്ങി നിൽക്കട അവിടെ. എനിക്ക് പോണം. കോളേജ് ആരെങ്കിലും കാണുന്നത്. ഓ, അപ്പം ആരെങ്കിലും വരുന്നുള്ള പേടിയാ. ഞാനും മോച്ചന് പേടിയില്ല. അബി, എടാ അബി, നീ ഡ്രസ് മാറാൻ പോയെന്ന് പറഞ്ഞിട്ട് എവിടാ? എന്തിനാ സച്ചേട്ടാ എന്നോട് ഇങ്ങനെ കാണിക്കണേ? ഞാൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അറിയാം സച്ചേട്ടാ, തുടക്കം മുതലേ ഞാനാണ് കാരണം എന്നറിയാം. ഞാനാണ് ഉമ്മ വയ്ക്കാൻ തുടക്കമിട്ടതെന്നും എല്ലാം എനിക്കറിയാം. പക്ഷെ ഞാൻ പാപ്പ പറഞ്ഞതല്ലേ, ഇനി ഒരിക്കലും ശല്യപ്പെടുത്താൻ ഞാൻ വരില്ലെന്ന് പറഞ്ഞതല്ലേ. എനിക്കൊന്നും മനസ്സിലാവില്ല ബി, ഞാൻ പോവാ. கண்
ഇനി എല്ലാവരും വന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇയാൾ നന്നായിട്ട് പാടുന്നുണ്ട്. ഏണോ, തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ബോയ് ഫ്രണ്ട് ഇല്ല, പക്ഷെ ഈ കോളേജിൽ ഒരാളുടെ അടുത്ത് ക്രഷ് ഉണ്ട്. അതാരാ? അത് നിങ്ങളുടെ ബാൻഡിൽ തന്നെ ഒരാളാ. ഞങ്ങളുടെ ബാൻഡിലോ? ഞങ്ങളുടെ ബാൻഡില് ഞാനും കൂടെ ചേർത്തൊരു 5 പേരുണ്ടല്ലോ. അതിലാരാ? അതൊന്നും പറയില്ല, കണ്ടുപിടിച്ചാ മതി. അതാരാ? ഞാനറിയാതെ ഇവക്ക് ക്രഷ് ഉള്ളത് അത് എന്റെ ബാൻഡില്. അയ്യോ, ഇതൊക്കെ ഞാൻ എപ്പോ പഠിച്ചു തീരാനാണോ? നീ എന്തിനാടാ ഈ കിടന്ന് പിച്ചും പെയ്യും പറയണേ? അടുത്ത ആഴ്ച എക്സാം ആച്ചു കേട്ടാ. ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഒന്നാമത് ഞാൻ ലേറ്റ് ആയിട്ടല്ലേ ജോയിൻ ചെയ്തത്. എനിക്കാണെങ്കിൽ ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നീ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? വല്ലതും നീ പഠിക്കുന്നുണ്ടായിരുന്നോ? നീ ക്ലാസ്സിൽ കയറിയോ? ഇനി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ചേട്ടനൊന്ന് പോയേ, ഞാൻ ഇതൊന്ന് നോക്കട്ടെ. എന്റെ പൊന്നബി, നിനക്ക് ആ സച്ചിനോട് എങ്ങാനും ചോദിച്ച് പഠിച്ചാ പോരെ? അവനില്ലേ ഈ വീട്ടില്? അതൊന്നും വേണ്ട, എനിക്ക് തനിയെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നിളയൊക്കെ ഉണ്ടല്ലോ, ഞാൻ പഠിച്ചോളാം. ആ, എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്താ പറ്റിയച്ചു? എന്റെ പൊന്ന് സച്ചിനെ ഒന്നും പറയണ്ട. അവൻ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടല്ലേ ജോയിൻ ചെയ്തേ. അപ്പോ പോർഷൻ തീർന്നിട്ടില്ല, അവനൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുമായിരുന്നു നിന്നോട് ചോദിച്ചു പഠിക്കാൻ. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഇനി മുതൽ നമുക്കൊരു രാത്രി 8 തൊട്ട് 9 മണി വരെ ക്ലാസ് എടുക്കാം. എന്താ അതുപോലെ? അയ്യോ, അതൊന്നും വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്ത? അത് സച്ചിയേട്ടന് തിരക്കായിരിക്കും, എക്സാം ഒക്കെ വരുമല്ലേ. അതുകൊണ്ട് സച്ചിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്തിട്ടാ ഞാൻ. എടാ, മര്യാദയ്ക്ക് സച്ചിൻ പറയുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പപ്പയെ വിളിച്ച് പറയും നീ ഉഴപ്പുവാണ് ഇവിടെ. ശരാ, ഇവിടെ ഇന്നലെ പറഞ്ഞ ക്രഷ് ആരായിരിക്കും? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അതിന് ആരാണെങ്കിലും ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്തോ വലിയ ആലോചനയിലാന്ന് തോന്നുന്നല്ലോ. ഏയ്, അതൊന്നുമില്ല. അത് നമ്മൾ ബാൻഡിൽ അരുണില്ലേ, അവന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഒരു നോട്ട് മേടിച്ചായിരുന്നു. അപ്പൊ അത് തിരിച്ച് ഇവിടെ തരാന്ന് പറഞ്ഞു. അതാലോചിച്ച. ആര്? നമ്മുടെ നന്ദു ആണോ? അവന് ക്ലാസ്സിൽ ഇരിപ്പുണ്ടല്ലോ. ഓ, അപ്പൊ അവനല്ല, ഇനി 3 പേരും കൂടെ ഉണ്ട്. ഇന്ന് പതിവില്ലാതെ ഭയങ്കര ആലോചനയാണല്ലോ. ഞാനൊരാളെ കുറിച്ച് ആലോചിക്കുമായിരുന്നല്ലോ. താൻ ഇന്നലെ പറഞ്ഞില്ലേ തന്റെ ഒരു ക്രഷിനെ കുറിച്ച്? എനിക്കും ഉണ്ടോ ഒരു ക്രഷ്. ആദ്യമൊക്കെ ഞാൻ അയാളെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണത്തേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോ അത് ഞാൻ ആ പുള്ളിക്കാരിയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. താനൊന്ന് സഹായിക്കുമോ? ആ പുള്ളിക്കാരിക്ക് വേറെ ക്രഷോ ലവറോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്നറിയാൻ പറ്റുമോ? അത് തന്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരാളാ. ആദ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് ഞാൻ പുള്ളിക്കാരിയെ കുറിച്ച് പറയാം. ഞാനിന്ന് പ്രാക്ടീസിനില്ല, എനിക്ക് നല്ല തലവേദന. ഞാൻ നാളെ വന്നാൽ മതിയോ? എന്ത് ചെയ്യണോ പെട്ടെന്ന്? കുഴപ്പമില്ല, നാളെ വന്നാൽ മതി. എടി മോളെ, എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ക്രഷ് ആരാന്ന്. ഇനി ഞാൻ ഏറ്റ്. ആഹാ, കൃത്യസമയമാണല്ലോ. വാ വാ, കേറി വാ. അപ്പൊ തുടങ്ങാം. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ചെല്ല്. ശരി. ഇവളത് എവിടെ പോയി? ഇന്ന് പ്രാക്ടീസിന് വന്നില്ലേ? അതെ,
ആലോചിച്ച് കഴിഞ്ഞോ? പ്രാക്ടീസ് തുടങ്ങാം. ഏ ആ തുടങ്ങാം. എന്താടോ തനിക്കൊരു മൂടോട്ട്? ഏ ഏ ഒന്നുമില്ല. ആ പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യം ഞാനിപ്പം ആ പുള്ളിക്കാരിയെ കാണിച്ചെന്നാ താനൊന്ന് പോയി ചോദിക്കുവോ? ഏ ആ ആ എന്നാ വാ. ഇപ്പൊ മനസ്സിലായോ ആ പെങ്കൊച്ചാരാന്ന്? ഇത് എങ്ങനെ? എന്തുപറ്റി? ഒന്നും പറയാൻ പറ്റുന്നില്ലേ? എന്നാ താനൊന്നും പറയണ്ട, ബാക്കി ഞാൻ പറഞ്ഞോളാം. എടാടാ മതി ചൊല്ലിയത്. ബെല്ലടിക്കാറായി, വാ പോവാം. ശരി എന്നാ ഞാൻ പോട്ടേടാ. എന്താണോ അടിക്കും ഞാൻ. അതെ, നിലയെ കാണാനില്ല. അവള് രാവിലെ മ്യൂസിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞു പോയതാ, അതും അവന്റെ കൂടെ. നീ ഒന്ന് ചെന്ന് നോക്കുവോ? അവളെ എന്നിട്ട് വിളിച്ചോണ്ടോ, ബെല്ലിപ്പ അടിക്കും. അവള് ഇതുവരെ വന്നില്ലേ? ആ ബെസ്റ്റ് ആദർശിന്റെ കൂടെ അല്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ മാഡം, ഈ പ്രാക്ടീസ് കഴിഞ്ഞ് ഈ ക്ലാസ്സിലോട്ട് വരാം. ഇതെന്ത് ഇപ്പൊ ഇതവിടെ നിന്ന് വന്നു? ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. അല്ല അളിയനെന്താ ഇവിടെ? ഓ ചുമ്മാ, അതുകൊണ്ട് നിന്റെയൊക്കെ പ്രാക്ടീസ് എനിക്ക് നേരെ കാണാൻ പറ്റി. നമുക്ക് പോവാം. എടി മര്യാദക്ക് നീ സത്യം പറഞ്ഞു. അയ്യോ എനിക്ക് പേടിയാ, ഞാനിപ്പോ ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോ നീ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, അയാളായിട്ട് എന്നെ കണ്ടുപിടിച്ചതാ. എന്തായാലും കൊള്ളാം, അങ്ങനെ നീ സെറ്റായല്ലോ. ഓ വന്നോ? ഞാൻ വിചാരിച്ചെന്ന് വരത്തില്ലായിരിക്കുമെന്ന്. ഈ ആപതം തോറ്റി ഇന്ന് കലിപ്പിലാണല്ലോ. ഇരിക്കെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നലെ പഠിപ്പിച്ചേക്കൊന്ന് ടെസ്റ്റ് ഇടാം. നിന്റെ ബുക്ക് എടുക്ക. സച്ചേട്ടാ, അത് ഞാൻ പഠിച്ചില്ല. എനിക്ക് നന്നായിട്ട് അറിയാതെ നീ പഠിച്ചില്ലെന്ന്. അതെങ്ങനെ ക്ലാസ്സിലും കയറാതെ കണ്ട പിള്ളേരും വായി നോക്കിയല്ലേ നടക്കുന്നത്? ഇത്രയും പോർഷൻസ് നീ പഠിക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പഠിപ്പിക്കാം. പറഞ്ഞു മനസ്സിലായോ? നീ എന്നോട് നിന്നേ. ഇന്ന് എന്റെ ക്ലാസ്സിൽ കയറാതെ എന്തായിരുന്നു അവിടെ? ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. ആരായിരുന്നു അത്? അത് നിലയുടെ ഒരു ഫ്രണ്ടാ. അത് അവളൊരു ഡേറ്റിന് പോകാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാ. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഇയാളിതെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. ഇയാൾക്കറിയത്തില്ല ഞാൻ പെമ്പിള്ളേരെ കൂടെ ഡേറ്റിന് പോകത്തില്ലെന്ന്. ചോദിച്ച നീ കേട്ടില്ലേ? ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. ചെല്ലാന്ന് പറഞ്ഞു? എന്താ? ഒന്നുമില്ല. உன்னிருக்கத்திலே என்னாயுள் வரை உன்னரைப்பினிலே வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே ஏழு ஜென்மம் வாழ்ந்திருப்பேன் அக்கம் பக்கம் யாரும் இல்லா